ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ദിലീപുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ മുതൽ പേഴ്സണലി ആണെങ്കിലും കമൻറ്റിലാണെങ്കിലും അറിയാവുന്നവരൊക്കെ നേരിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി സമൂഹത്തിൽ എത്രത്തോളം തെറ്റിദ്ധാരണകളാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതിൽ ആദ്യത്തത് ഒന്ന് ഞാൻ പറയാം. പലരും എന്നോട് ചോദിച്ചത് പെയ്ഡ് പ്രൊമോഷനായിട്ടാണോ ഞാൻ ഈ സംഭവം ചെയ്തതെന്ന്. ആകെപ്പാട് സുഹൃത്തുക്കളും കുറച്ച് പേരും മാത്രമുള്ള 40-നടുത്ത് സബ്സ്ക്രൈബറുള്ള എൻ്റെ ഈ ചാനലിൽ കൂടെ ദിലീപ് എനിക്ക് കാശ് തന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്? അതൊന്നാമത്തെ എൻ്റെ ഒരു ചോദ്യം. പിന്നെ ഈ പറയുന്ന രീതിയിൽ ദിലീപ് എൻ്റെ മാമനോ മച്ചാനോ ഒന്നും അല്ല ദിലീപിനെ അനുകൂലിച്ച് ചെയ്യാനായിട്ട്. നമുക്കൊരു കാര്യം കേട്ടപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ദഹിക്കാത്ത കാര്യങ്ങളുണ്ടല്ലോ. അതായത് മാധ്യമങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്ന എന്താ പറയുക, പെയ്ഡായിട്ടാണ് മാധ്യമങ്ങൾ ഇയാൾക്കെതിരെ ഒരു അക്രമം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് മാത്രമാണ് പലരും മാധ്യമങ്ങളുടെ വിചാരണയാണ് എല്ലാവരും മനസ്സിൽ കൊണ്ടു കിടന്ന് ശത്രുവിനെ പോലെ കണ്ട് ഓരോന്നും ചെയ്യുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് കള്ളമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പല വീഡിയോസും അതുപോലെ തന്നെ ന്യൂസിൽ വന്ന കാര്യങ്ങളും ഇവരുടെ ഇതിനെക്കുറിച്ച് അവരുടെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നതും ഒക്കെ കേട്ട് അതുമൊക്കെ കുറേ ഞാനിടുന്നുണ്ട്. എന്താ പറയുക, നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറേ സത്യങ്ങളാണ് ഞാനിത് വിളിച്ചു പറഞ്ഞത്. അതിൽ എൻ്റെ കമൻറ്റ് ആ വീഡിയോയുടെ നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം ആൾക്കാർ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതിലുപരി ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അവർ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാത്തിനും മറുപടി കൊടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്ത്. ഇത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവരുടെയൊക്കെ മുന്നിൽ ഞാൻ തെറ്റുകാരനായ കണക്കാണ്. ഈ ദിലീപിനെ എന്തോ പുണ്യാളനാക്കുന്ന അല്ലെങ്കിൽ വെള്ള പൂശുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ശരിക്കും സത്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ചേർക്കാത്തൊരു സംഭവമാണ്. ഈ ലാലുവായിട്ട് ചേർന്നിട്ടുള്ളൊരു ശത്രുതയൊക്കെ ദിലീപിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് അന്നേരം തന്നെ തോന്നിയ മറ്റൊരു സംശയമാണ്. അതായത് ഈ സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് പേര് ലാലുവായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശത്രുതയുടെ. ഇപ്പം ദിലീപ് നല്ലവനാണ്, അത്ര നല്ലവനാണ് അല്ലെ പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യന്മാരുടേതായിട്ടുള്ള ചിലപ്പോൾ തെറ്റുകൾ കാണുമായിരിക്കും, എനിക്കറിയില്ല. അതിൽ തന്നെ പലരെ ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഒതുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് പറയുമ്പോഴും അയാളുടെ സൈഡ് നമ്മൾ ഇന്നീ നിമിഷം വരെ കേട്ടിട്ടില്ല. കാരണം തുടക്കം തൊട്ട് അയാളെ ശത്രുവായിട്ട് കണ്ടിരിക്കുന്ന കാരണം ഓപ്പോസിറ്റ് സൈഡിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്താണ് ദിലീപിന് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഓരോരുത്തന്മാർ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്നവന്മാർക്ക് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞൊരു കഥ പറയുമ്പോഴത്തേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ 2 പക്ഷം പറയുന്നത് ഇപ്പോൾ 40 പക്ഷം പറയുന്ന രീതിയില്ല. അപ്പം ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്നവൻ ഒരുത്തൻ്റെ പേരിൽ ഈ പ്രശ്നമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നെഗറ്റീവിൽ നിൽക്കുന്ന ഒരുത്തനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അവനെ സോഷ്യൽ മീഡിയ മൊത്തം സപ്പോർട്ട് ചെയ്യും. കുറേ പേര് സപ്പോർട്ട് ചെയ്യാനും അവനെ കളിയാക്കാനും ട്രോളാനും ഒക്കെ പോകുമ്പോഴത്തേക്ക് അവനങ്ങ് കയറി വരും. അങ്ങനെ ഒരു സംഭവം വെച്ച് കുറേമാർ ഇറക്കിയ കഥയായിരിക്കാവുന്നത്. പിന്നെ കേട്ടൊരു സംഭവമാണ് ദിലീപ് കാശിറക്കിയാണ് ചെയ്തതെന്നുള്ളത്. ഈ ദിലീപിനേക്കാളും കൂടുതൽ കാശ് എന്തായാലും ഈ ആക്രമിക്കപ്പെട്ടവരുടെ കയ്യിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കയ്യിലും എല്ലാം കാണും. സ്റ്റേറ്റും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമിക്കപ്പെട്ട നടിയെ. അപ്പോൾ എന്തായാലും അവരുടെ അത്രയും എന്താ പറയുക, ദിലീപ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇറക്കാൻ ശേഷിയുള്ളവരാണ്, അല്ലാതെ ശേഷിയില്ലാത്തവരല്ല. ഒരു പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ നടന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിചാരിക്കായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈക്വലി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപടി മുകളിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്നൊരു സംഭവം. അപ്പം ദിലീപ് 10 ഇറക്കി കഴിഞ്ഞാൽ 100 ഇറക്കാനായിട്ട് ശേഷിയുള്ളവരാണ്. അതൊരു സംഭവം. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, ഒരു സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം നടക്കുമ്പോഴത്തേക്കും രാത്രി ഡബ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. അപ്പോൾ രാത്രി ഡബ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് ലാലാണ്. അത് വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇത്രയും ഫേമസ് ആയ ഈ നടി ഇത്രയും റവന്യൂ ഉണ്ടാക്കിയിട്ട് പോലും അവർക്കൊരു ഡ്രൈവറെയോ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് കാറോ ഇല്ലാത്തതാണോ? അല്ല. അപ്പം കാറ് ഈ പറയുന്ന ലാല് വിട്ടിരിക്കുന്നു, കാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാല്, അതുപോലെ ഡ്രൈവറെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാല്, രാത്രിയിൽ വിളിച്ച് പുറത്തിറക്കിയത് ലാല്, ഇതെല്ലാം ചെയ്തത് ലാലാണ്. അപ്പോൾ ലാലിൻ്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ് മോട്ടീവ് അല്ലെ ഈ ഒരു കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത്. ഈ സംഭവങ്ങളൊന്നും അന്വേഷണത്തിലേക്ക് വന്നിട്ടേ ഇല്ല. എനിക്ക് സംശയം തോന്നിയ കാര്യങ്ങളിൽ പെട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ലാലിൻ്റെ വണ്ടിയിൽ കൊണ്ടുവരുന്നു, ആ വഴിക്ക് നടക്കുന്ന ആക്സിഡന്റ്. അപ്പം ലാല് രാത്രി വിളിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് വിളിച്ച് കൊണ്ടുവരുന്ന കാര്യം എങ്ങനെയാണ് വല്ലയിടത്തും ഇരിക്കുന്നത് ദിലീപ് അറിയുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ദിലീപിനെ ലാല് വിളിച്ച് പറയണം, ഇന്നപോലെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഷൂട്ടിംഗ് സെറ്റിലോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇത് ഡബ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിരിക്കുന്ന ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. ലാൽ ഈ സംഭവം ഹൈലൈറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ചെയ്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നിലവിൽ ആ നടി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്, അവരുടെ മാരേജ് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ അവൻ പലപ്പോഴും ഈ സിനിമാ മേഖലയിൽ തന്നെ 2 നടിമാരോട് ഇതേ രീതിയിലുള്ള മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അങ്ങനെയുള്ള ആ 2 പേരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. ഈ നടി ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവും ഈ കല്യാണം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു അക്രമം നടത്തിക്കഴിഞ്ഞാൽ അവർ പുറത്ത് പറയത്തില്ല എന്നൊരു സംഭവം ഉള്ളത് കൊണ്ടായിരിക്കാം തിരിച്ച് ലാലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ലാല് തന്നെ മുൻകൈ എടുത്ത് ഈ സംഭവം വിട്ടിരിക്കുന്നത്. ലാലിനെ മകനെ സംബന്ധിച്ച് കേൾക്കുന്ന മൊത്തം മട്ടാഞ്ചേരി മാഫിയായിട്ട് ഒരുപാട് കൈയുണ്ട്, ഈ പറയുന്ന നെർക്കോട്ടിക് ആക്ടിവിറ്റീസുമായിട്ടൊക്കെ അവർക്ക് കൈയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെക്കുറിച്ചൊക്കെ കേട്ടിരിക്കുന്നത്. കേട്ടറിവാണ്. ഞാൻ ഈ സത്യത്തിൻ്റെ പുറകെയൊന്നും ഞാൻ പോയിട്ടില്ല.
അപ്പം ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പം ഈ ഇത്രയും ആൾക്ക് ഇത് ചെയ്യാൻ മേലെ, പിന്നെ ഈ ദിലീപിനെ പോലെ ഒരാൾ ഇത്രയും ഒതുക്കി അല്ലെങ്കിൽ ഇത്രയും താഴത്തുനിന്ന് വളർന്നു വന്നു എന്ന് പറയുന്ന ഇയാൾക്ക് ഈ പറയുന്ന ഒരു സംഭവം ഒതുക്കാനായിട്ട് എന്തായിരുന്നു പാടായിരുന്നു. പിന്നെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റി കേസിൽ പെട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒന്ന് ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേട്ടിട്ടുള്ള അറിവാണ് അതും, പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കത്ത് എഴുതുകയോ നമ്മളെ കാണാൻ വരുന്നവരുടെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും പ്രമാദമായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾ ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും അയാൾ ദിലീപിന് എഴുതിയിരിക്കുന്ന കത്ത് അല്ലെങ്കിൽ ഒരു കത്ത് പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് ആ കത്ത് അത്രയും പോലീസുകാർ വായിച്ച് നോക്കത്തില്ലെന്നാണ് അന്നേരം പറയുന്നത്. അപ്പോൾ പോലീസ് വായിച്ച് നോക്കുമെന്ന് അറിഞ്ഞിട്ടും കത്ത് എഴുതിയതല്ലേ. അപ്പം ഇതൊക്കെ തന്നെ മനസ്സിൽ എന്താ പറയുക, കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു കാര്യമായിട്ടല്ലേ തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് എല്ലാം കൂടെ പറയാൻ വയ്യ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ.